ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഐ ആം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. സന്തുഷ്ടനാണ് പ്ലീസ്ഡ്. ഐ ആം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. പദ്ധതി ഇടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലാൻ. യാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രിപ്പ്. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ചാടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജംപ്. നദി റിവർ. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. നമുക്കൊരു വിനോദയാത്ര പോകാം. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. വിനോദയാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്നിക്. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. നമുക്കൊരു വിനോദയാത്ര പോകാം. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. സമ്പാദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏൺ. വളരെ വലിയൊരു തുക, എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. നിങ്ങൾ റിമോട്ട് എനിക്ക് തരാമോ? ക്യാൻ യു പാസ് മീ ദ റിമോട്ട്? അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. ഹീ ഈസ് ട്രൈങ് നോട്ട് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. വികാരാതീതനാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻറ്റിമെൻ്റൽ. ശ്രമിക്കുക ട്രൈ. കഴിഞ്ഞ കാലം പാസ്റ്റ്. ഹീ ഈസ് നോട്ട് ട്രൈങ് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ വീക്കെൻഡ്? വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? അടുത്തയാഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. പ്രതീക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോപ്പ്. പോകുക ഗോ. അടുത്തയാഴ്ച നെക്സ്റ്റ് വീക്ക്. വി ഹോപ്പ് ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വിനോദം ഹോബി. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ശ്രദ്ധിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കെയർഫുൾ. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക്. തുറക്കുക ഓപ്പൺ. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ആർ യു ഡൺ? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഡു ഡിഡ് ഡൺ. ആർ യു ഡൺ? നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ദയവായി അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ദയവായി പ്ലീസ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി അത് ആവർത്തിക്കാമോ? നിങ്ങൾ എവിടെ താമസിക്കുന്നു? വേർ ഡു യു ലീവ്? താമസിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലീവ്. വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെ താമസിക്കുന്നു? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഐ ഹേറ്റ് യു. വെറുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേറ്റ്. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. നിർത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോപ്പ്. ശബ്ദം നോയ്സ്. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. ഞാനത് അറിഞ്ഞു. ഐ ന്യൂ ഇറ്റ്. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. അറിഞ്ഞു ന്യൂ.
ഐ ന്യൂ ഇറ്റ്, ഞാനതറിഞ്ഞു. നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്? വാട്ട്സ് യുവർ ഫോൺ നമ്പർ? എല്ലാം ശരിയാണോ? ഈസ് എവറിതിങ് ഓക്കെ? ഞാൻ അംഗീകരിക്കുന്നു, ഐ എഗ്രി. അംഗീകരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എഗ്രി. ഐ എഗ്രി, ഞാൻ അംഗീകരിക്കുന്നു. ഇത് എത്രയാണ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? എത്രയാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹൗ മച്ച്. ഹൗ മച്ച് ഈസ് ഇറ്റ്? ഇത് എത്രയാണ്? സ്വയം ആസ്വദിക്കൂ, എൻജോയ് യുവർ സെൽഫ്. ആസ്വദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എൻജോയ്. എൻജോയ് യുവർ സെൽഫ്, സ്വയം ആസ്വദിക്കൂ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു, ദേ ലൈക്ക് ഈച്ച് അതർ. ഇഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. പരസ്പരം, ഈച്ച് അതർ, ദേ ലൈക്ക് ഈച്ച് അതർ, അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? വാട്ട് യു വാണ്ട് ടു ഡു? ആഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. ചെയ്യുക, ഡു. വാട്ട് യു വാണ്ട് ടു ഡു? നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധാലുവായിരിക്കുക, ബി കെയർഫുൾ. എന്താണ് നിങ്ങളുടെ ജോലി? വാട്ട്സ് യുവർ ജോബ്? ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. വാട്ട്സ് യുവർ ജോബ്? എന്താണ് നിങ്ങളുടെ ജോലി? നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു, ഹാവ് എ ഗുഡ് വീക്കെൻഡ്. വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹാവ് എ ഗുഡ് വീക്കെൻഡ്, നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത തവണ കാണാം, സി യു നെക്സ്റ്റ് ടൈം. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. അടുത്ത തവണ, നെക്സ്റ്റ് ടൈം. സി യു നെക്സ്റ്റ് ടൈം, അടുത്ത തവണ കാണാം. ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്, ഐ എം ഓൺ എ ഡയറ്റ്. ഭക്ഷണക്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡയറ്റ്. ഐ എം ഓൺ എ ഡയറ്റ്, ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്. അത് നിൻ്റെ ഇഷ്ടം, ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? എനിക്ക് വളരെ സുഖം തോന്നുന്നു, ഐ ഫീൽ മച്ച് ബെറ്റർ. നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? കിട്ടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗെറ്റ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടിയോ? ഐ എം സോ ഗ്ലാഡ് വി ആർ ഫ്രണ്ട്സ്. സന്തോഷം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗ്ലാഡ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. ഐ എം സോ ഗ്ലാഡ് വി ആർ ഫ്രണ്ട്സ്. നമ്മൾ സുഹൃത്തുക്കളായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് അയക്കാമോ? കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ നെക്സ്റ്റ് വീക്ക്. അയക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻഡ്. അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് അയക്കാമോ? ഈ ആശയം ഒന്നുകൂടി എന്നോട് വിശദീകരിക്കാമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ് ടു മീ അഗെയിൻ. ആശയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൺസെപ്റ്റ്. വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ് ടു മീ അഗെയിൻ. ഈ ആശയം ഒന്നുകൂടി എന്നോട് വിശദീകരിക്കാമോ? ക്ഷമിക്കണം, ലൈബ്രറി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എക്സ്ക്യൂസ് മീ, ഡു യു നോ വെയർ ദ ലൈബ്രറി ഈസ്. ക്ഷമിക്കണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്ക്യൂസ് മീ. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. എക്സ്ക്യൂസ് മീ, ഡു യു നോ വെയർ ദ ലൈബ്രറി ഈസ്. ക്ഷമിക്കണം, ലൈബ്രറി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രോജക്റ്റ് ചർച്ച ചെയ്യാൻ ഒരു ടീം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. ലെറ്റ്സ് ഷെഡ്യൂൾ എ ടീം മീറ്റിംഗ് ടു ഡിസ്കസ് ദ പ്രോജക്റ്റ്. ചർച്ച ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിസ്കസ്. ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക, അതാണ് ഷെഡ്യൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ലെറ്റ്സ് ഷെഡ്യൂൾ എ ടീം മീറ്റിംഗ് ടു ഡിസ്കസ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റ് ചർച്ച ചെയ്യാൻ ഒരു ടീം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. പാഠത്തെക്കുറിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ലെസൺ. ചോദ്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വസ്റ്റ്യൻ. പാഠം, ലെസൺ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ലെസൺ. പാഠത്തെക്കുറിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ദ വെദർ ഫോർകാസ്റ്റ് ഈസ് പ്രിഡിക്റ്റിംഗ് തണ്ടർ സ്റ്റോംസ്. കാലാവസ്ഥ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വെദർ. പ്രവചിക്കുക, പ്രെഡിക്റ്റ്. ഇടിമിന്നൽ, തണ്ടർ സ്റ്റോം. ദ വെദർ ഫോർകാസ്റ്റ് ഈസ് പ്രിഡിക്റ്റിംഗ് തണ്ടർ സ്റ്റോംസ്. ഇടിമിന്നൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എൻ്റെ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്ക്.
മാപ്പ് ചോദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അപ്പോളജൈസ്. തെറ്റ്, മിസ്റ്റേക്ക്. ഐ വാണ്ട് ടു അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്ക്. എൻ്റെ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അത്താഴത്തിന് പുറത്തു പോയാലോ? ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. അത്താഴം, ഡിന്നർ. ഇന്ന് രാത്രി, ടു നൈറ്റ്. ഹൗ അബൌട്ട് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്? ഇന്ന് രാത്രി അത്താഴത്തിന് പുറത്തു പോയാലോ? വ്യാഴാഴ്ചയിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ തേഴ്സ്ഡേ. ആഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ തേഴ്സ്ഡേ. വ്യാഴാഴ്ചയിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് മാറ്റർ. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. വിഷയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാറ്റർ. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് മാറ്റർ. ഈ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവൾക്ക് ഇന്ന് സുഖമില്ല, അതുകൊണ്ടാണ് അവൾക്കിന്ന് വരാൻ പറ്റാത്തത്. ഷീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ ടുഡേ, ദാറ്റ്സ് വൈ ഷീ ഈസ് നോട്ട് ഏബിൾ ടു കം ടുഡേ. സുഖമില്ല, നോട്ട് ഫീലിംഗ് വെൽ. ഷീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ, അവൾക്കിന്ന് സുഖമില്ല. ദാറ്റ്സ് വൈ ഷീ ഈസ് നോട്ട് ഏബിൾ ടു കം ടുഡേ, അതുകൊണ്ടാണ് അവൾക്കിന്ന് വരാൻ പറ്റാത്തത്. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്താണ് കാര്യം? എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? വാട്ട്സ് എ മാറ്റർ? വൈ ആർ യു ഷൗട്ടിങ് സോ മച്ച്? കാര്യം അല്ലെങ്കിൽ വിഷയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാറ്റർ. ഒച്ചയുണ്ടാക്കുക, ഷൗട്ട്. വാട്ട്സ് എ മാറ്റർ? വൈ ആർ യു ഷൗട്ടിങ് സോ മച്ച്? എന്താണ് കാര്യം? എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നത്? അവരിൽ പലർക്കും സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകാത്തത്. മെനി ഓഫ് ദം ആർ നോട്ട് ഫീലിംഗ് വെൽ, ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ഗോയിങ് ഔട്ട്സൈഡ്. സുഖമില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോട്ട് ഫീലിംഗ് വെൽ. പുറത്ത് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട്സൈഡ്. മെനി ഓഫ് ദം ആർ നോട്ട് ഫീലിംഗ് വെൽ, ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ഗോയിങ് ഔട്ട്സൈഡ്. അവരിൽ പലർക്കും സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകാത്തത്. എനിക്ക് എൻ്റെ സ്കൂൾ ബസ് കിട്ടിയില്ല, അതിനാൽ ഞാൻ ഇന്നലെ ഹാജരായില്ല. ഐ മിസ്ഡ് മൈ സ്കൂൾ ബസ്, സോ ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. കിട്ടിയില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മിസ്ഡ്. ഹാജരായില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആബ്സെൻറ്റ്. ഇന്നലെ, യെസ്റ്റർഡേ. ഐ മിസ്ഡ് മൈ സ്കൂൾ ബസ്, സോ ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. എനിക്ക് എൻ്റെ സ്കൂൾ ബസ് കിട്ടിയില്ല, അതിനാൽ ഞാൻ ഇന്നലെ ഹാജരായില്ല. നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? സഹോദരങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സിബ്ലിംഗ്. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ? ഇവിടെ അടുത്തുള്ള ഒരു സിനിമാ തിയേറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഡു യു നോ വെയർ കുഡ് ഐ ഫൈൻഡ് എ മൂവി തിയേറ്റർ നിയർ ഹിയർ? അടുത്തുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നിയർ. നിങ്ങൾക്കറിയാമോ? ഡു യു നോ? ഡു യു നോ വെയർ കുഡ് ഐ ഫൈൻഡ് എ മൂവി തിയേറ്റർ നിയർ ഹിയർ? ഇവിടെ അടുത്തുള്ള ഒരു സിനിമാ തിയേറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതിയായി പോകാൻ ആഗ്രഹിക്കുന്ന അവധിക്കാല സ്ഥലം ഏതാണ്? വാട്ട്സ് യുവർ ഡ്രീം വെക്കേഷൻ പ്ലേസ്? അവധിക്കാലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വെക്കേഷൻ. വാട്ട്സ് യുവർ ഡ്രീം വെക്കേഷൻ പ്ലേസ്? നിങ്ങൾ അതിയായി പോകാൻ ആഗ്രഹിക്കുന്ന അവധിക്കാല സ്ഥലം ഏതാണ്? എൻ്റെ സഹോദരന് അറിയാമോ എന്ന് ഞാൻ ചോദിക്കും. ഐ വിൽ ആസ്ക് മൈ ബ്രദർ ഇഫ് ഹി നോസ്. ചോദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആസ്ക്. അറിയുക, നോ. ഐ വിൽ ആസ്ക് മൈ ബ്രദർ ഇഫ് ഹി നോസ്. എൻ്റെ സഹോദരന് അറിയാമോ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് ഒരു നല്ല ടി വി സീരീസ് നിർദ്ദേശിക്കാമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ടി വി സീരീസ്? നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെക്കമെൻഡ്. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ടി വി സീരീസ്? നിങ്ങൾക്കൊരു നല്ല ടി വി സീരീസ് നിർദ്ദേശിക്കാമോ? ഡോക്ടർ ഉടൻ വരും, അതിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ ശ്രമിക്കുക. ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ. ഇൻ ദ മീൻ ടൈം ട്രൈ ടു റിലാക്സ്. ഉടൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സൂൺ. അതിനിടയിൽ, മീൻ ടൈം. വിശ്രമിക്കുക, റിലാക്സ്. ശ്രമിക്കുക, ട്രൈ. ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ. ഇൻ ദ മീൻ ടൈം ട്രൈ ടു റിലാക്സ്. ഡോക്ടർ ഉടൻ വരും, അതിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ ശ്രമിക്കുക. ഇന്ന് മനോഹരമായ ഒരു ദിവസമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. മനോഹരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. ഇന്ന് മനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് അറ്റ് 4 o'clock ദിസ് മോർണിംഗ്.
എഴുന്നേറ്റു എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 4 o'clock ദിസ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഞാൻ എൻ്റെ താക്കോലുകൾ വീട്ടിൽ വെച്ച് മറന്നു. ഐ ഫോർഗോട്ട് മൈ കീസ് അറ്റ് ഹോം. മറക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫോർഗെറ്റ്. ഐ ഫോർഗെറ്റ് മൈ കീസ് അറ്റ് ഹോം. ഞാൻ എൻ്റെ താക്കോലുകൾ വീട്ടിൽ വെച്ച് മറന്നു. 2 ഓഫീസ് കെട്ടിടങ്ങളും കാഴ്ചയിൽ ഒരുപോലാണ്. ദ 2 ഓഫീസ് ബിൽഡിങ്സ് ആർ സംവാട്ട് എലൈക്ക് ഇൻ അപ്പിയറൻസ്. ഒരുപോലാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സംവാട്ട് എലൈക്ക്. കാഴ്ചയിൽ അപ്പിയറൻസ്. ദ 2 ഓഫീസ് ബിൽഡിങ്സ് ആർ സംവാട്ട് എലൈക്ക് ഇൻ അപ്പിയറൻസ്. 2 ഓഫീസ് കെട്ടിടങ്ങളും കാഴ്ചയിൽ ഒരുപോലാണ്. ഈ വാരാന്ത്യത്തിൽ ഞാൻ എൻ്റെ മുത്തശ്ശി മുത്തശ്ശന്മാരെ കാണാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് ദിസ് വീക്കെൻഡ്. വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. കാണുക വിസിറ്റ്. മുത്തശ്ശി മുത്തശ്ശന്മാർ ഗ്രാൻഡ് പേരൻസ്. പോകുക ഗോ. ഐ എം ഗോയിങ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് ദിസ് വീക്കെൻഡ്. ഈ വാരാന്ത്യത്തിൽ ഞാൻ എൻ്റെ മുത്തശ്ശി മുത്തശ്ശന്മാരെ കാണാൻ പോകുന്നു. നിങ്ങൾ പണം അയക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സെൻഡ് മണി. അയക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻഡ്. പണം മണി. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സെൻഡ് മണി. നിങ്ങൾ പണം അയക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് സ്പോർട്ട്? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. കായിക വിനോദം സ്പോർട്ട്. വാട്ട്സ് യുവർ ഫേവറേറ്റ് സ്പോർട്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദം ഏതാണ്? ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ജോലി അവൾ ഒരു തെറ്റും കൂടാതെ ചെയ്തു. ഷീ പെർഫോംഡ് ദ മോസ്റ്റ് ചലഞ്ചിങ് ടാസ്ക് വിതൗട്ട് എ മിസ്റ്റേക്ക്. ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പെർഫോംഡ്. വെല്ലുവിളി ചാലഞ്ചിങ്. ജോലി ടാസ്ക്. തെറ്റുകൾ മിസ്റ്റേക്സ്. ഷീ പെർഫോംഡ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ടാസ്ക് വിതൗട്ട് എ മിസ്റ്റേക്ക്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ജോലി അവൾ ഒരു തെറ്റും കൂടാതെ ചെയ്തു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.